ഏയ് മുഹമ്മദ്, ഇതുവരെ നേരിട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. അടുത്തു തന്നെ കാണാം. ഫാത്തിമയോട് പ്രത്യേകം അന്വേഷണം പറയണം. ആ, അവൾക്കൊരു സമ്മാനം അകത്ത് വെച്ചിട്ടുണ്ട്. നരേന്ദ്ര ഷെട്ടി അങ്കിളുടേതായിട്ട്. നരേന്ദ്ര ഷെട്ടി. ലൈല, ലൈല, പാത്തു, പാത്തു, ലൈല, ലൈല, കുളിക്കാ. 2 മിനിറ്റ്. പാത്തുക്കുട്ടി എവിടെ? അവിടെ ഉണ്ടായിരുന്നല്ലോ. ബെഡ്റൂമിൽ നോക്കിയോ? ഏയ് മുഹമ്മദ്, ഭയന്നു പോയല്ലേ? യെസ് 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 യെസ്, താൻ വല്ലാതെ ഭയന്നു. എടോ, തന്റെ വലത് കയ്യിലിരിക്കുന്ന ആ പൂച്ചണ്ടില്ലേ, that bunch of red roses, throw it off here. അതും പൊട്ടിയില്ല. പേടിച്ചതൊക്കെ വെറുതെ അല്ലേ? റഹീം ഹാജി കൊലക്കേസ് അന്വേഷിക്കാൻ താഹിർ സാഹിബ് അരിയിട്ട് വാഴിച്ച പുതിയ പോലീസ് സൂപ്രണ്ട് മുഹമ്മദ് സർക്കാർ. ആള് ഭയങ്കരനാണെന്നാണ് എന്റെ ബോയ്സ് ഒക്കെ ഇവിടെ പറഞ്ഞ് പരുത്തുന്നത്. ആണോ? Keep away from നരേന്ദ്ര ഷെട്ടി. Miles away. Do not trespass. അതിക്രമിച്ച് കടക്കരുത്. Bloody shit. Good morning. Welcome. Leave him. ആഹാ, ഇതൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് സ്റ്റാർ ബ്യൂട്ടി പാർലറിന്റെ സെറ്റപ്പുകളാണല്ലോ. കൊള്ളാം. നല്ല ഒരു മൾട്ടിപർപ്പസ് ഗ്യാങ്ങും ഷാർപ്പ് ഷൂട്ടിംഗ് ബാർബേറിയൻസ്, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വെടിവെപ്പുകാരായ തൊരപ്പന്മാർ. താഹിർ സാഹിബ് അരിയിട്ട് വാഴിച്ച പുതിയ പോലീസ് സൂപ്രണ്ട് മുഹമ്മദ് സർക്കാർ ആള് ഭയങ്കരനാണെന്ന് ഈ തൊരപ്പന്മാരായിരിക്കും സാറിനെ അറിയിച്ചത്, അല്ലയോ? അവരത് പറയും. ആ കാലിബർ ശരിക്കും മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ പറ്റിയ ആയുധം തന്നെ കൈ കൊടുത്തിരിക്കുന്നത്. ക്ഷൗരക്കത്തി. ഓ ഗോഡ്, ഇറ്റ്സ് ബ്ലീഡിംഗ്. ലോഷൻ കൊടുക്ക്, ലോഷൻ കൊടുക്ക്. എടോ, ആ ആഫ്റ്റർ ഷേവ് എടുത്ത് പുരട്ടി കൊടുക്കാൻ. ബാഡ് ഓമൻ. കയ്യിൽ ആയുധമില്ലാത്ത മുഹമ്മദ് സർക്കാരിന്റെ സാന്നിധ്യം പോലും നരേന്ദ്ര ഷെട്ടിക്ക് ബ്ലീഡിംഗ് ഉണ്ടാക്കുന്നു. മിസ്റ്റർ നരേന്ദ്രൻ ഇന്നലെ എന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചു എന്ന് തോന്നുന്നു. കുറ്റക്കാരൻ ഞാൻ തന്നെ. ആളും പേരും ഇല്ലാത്ത ഒരു ടെലിഫോൺ മെസ്സേജിന്റെ പേരിൽ സാറിനെ പോലൊരു പാവപ്പെട്ട കുടക്കച്ചവടക്കാരനെ മനഃപൂർവ്വം ഞാൻ ഹേർട്ട് ചെയ്യൊന്നും ആയിരുന്നില്ല. ഒരബദ്ധം പറ്റിയതാ. അതിനുള്ള ദൈവശിക്ഷയും കിട്ടി. പത്രങ്ങളിലൊക്കെ കണ്ടു കാണും ഞാൻ അങ്ങനെ മുത്തുക്കൊടയും പിടിച്ച് മൾട്ടി കളറിൽ നിന്ന് ചമ്മുന്നത്. അത് സാരമില്ല. അല്ലോ, റെഡ് റോസസ്.
ഇന്നലത്തെ സംഭവത്തിന് ശേഷം എനിക്ക് ഈ ചുവന്ന റോസാപ്പൂക്കൾ കാണുന്നതേ ഭയമാണ്. കയ്യിൽ നിന്നങ്ങനെ കത്തിയെറിഞ്ഞാലോ? ഷോ! പൂട്ടിക്കിടക്കുന്ന വണ്ടി കുത്തി തുറന്ന് അതിനകത്ത് ഗിഫ്റ്റും കത്തും ഒക്കെ വെക്കുക. ബെഡ്റൂമിൽ കടന്നിറങ്ങുന്ന എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞിന്റെ ബെഡിൽ പാവക്കുട്ടി, ടെലഫോണിന് സുഗന്ധം പകരാൻ ബൊക്കെ, പെർഫെക്റ്റ് ടൈമിങ്ങിൽ ഒരു ടെലഫോണിക് വരട്ട്, ഒരു ടെറിഫൈങ് ഹൊറർ എഫക്റ്റ് ഉണ്ടാക്കി എതിരാളിയെ പേടിപ്പിക്കൽ. അല്ല, സാർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായേയില്ല. പക്ഷെ ഒന്ന് അങ്ങോട്ട് മനസ്സിലാക്കി തരാനാണ് ഇപ്പൊ വന്നത്. ഈ സർക്കാർ കാക്കിയും തൊപ്പിയും അണിയിച്ച് എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ദാ ഇതുപോലെ സാറിന് ചെയ്തു തരാനല്ല, ഉത്തരവാദിത്തത്തോടെ ചിലതൊക്കെ ചെയ്ത് തീർക്കാനാണ്. അതിന് തടസ്സം നിന്നാൽ ഇനിയും ബ്ലീഡിംഗ് ഉണ്ടാവും. നോട്ട് എ മോക്ക് ബ്ലീഡിംഗ് ലൈക്ക് ദിസ്, ദ റിയൽ ബ്ലഡ് ഷെഡ്. ആൻഡ് മുഹമ്മദ് സർക്കാർ ഇസ് ഇൻഫ്ലാമബിൾ, highly inflammable. Bloody. വണ്ടിയുടെ ബ്രേക്കും പോയി, സ്റ്റിയറിംഗ് റോഡും പൊട്ടി. താനാണെങ്കിൽ നടു റോട്ടിലും. രക്ഷപ്പെടുത്താനായി കൈക്രിയല്ലാതെ മറ്റൊരു മാർഗവും ഞാൻ വേണ്ട സാർ, ബ്ലാക്ക് കോഫിയാ പതിവ്. ഇരിക്കട്ടടോ. തന്റെ പഞ്ചിങ് വെയിറ്റ് കുറഞ്ഞോന്നൊരു സംശയം. ഇടിക്കൊന്നും പഴയ ബലം പോരാ. അതോ സോപ്പിന്റെ വഴുവഴുപ്പിനെയും ബാക്കിയുണ്ടോ? അതുകൊണ്ടല്ല പണിക്കർ സാർ, സാറിന്റെ മാത്രം ഏജിംഗ് പ്രോസസ് ഡിസെൻഡിങ് ഓർഡറിലാണെന്ന് തോന്നുന്നു. ബ്ലോക്കിങ്ങിന് പഴയ അതേ പെർഫെക്ഷൻ. എന്ത് കാര്യം? ദാ കണ്ടില്ലേ, തോക്കിന്റെ തുരുമ്പ് തുടച്ചും കള്ളന്മാരെ പേടിച്ചോർക്കൊഴിയുന്ന കോന്തന്മാർക്ക് അലാറം ഉണ്ടാക്കി കൊടുത്തും പിഴച്ചു പോകുന്നു. കുടുംബം ഇല്ലാത്തതൊരു ഭാഗ്യം. ഒരു DGP ആയി സർവീസ് എക്സ്റ്റൻഷനും വാങ്ങി സാർ ഇവിടെ കലക്കുന്നുണ്ടാകുന്ന ഒരു ആശ്വാസമായിരുന്നു ബംഗാളിൽ നിന്ന് നാട് കടത്തപ്പെടുമ്പോ എനിക്കുണ്ടായിരുന്നത്. പെൻഷന്റെ കാര്യം പോലും കോടതി. ASP പോസ്റ്റിൽ ഒരു കമ്പൽസറി റിട്ടയർമെന്റ്. ക്രിമിനൽ ട്രയൽസ് ആൻഡ് മോഡസ് ഓപ്പറാൻഡിയുടെ പോലീസ് അക്കാഡമിയിലെ സ്ഥിരം വിസിറ്റിംഗ് പ്രൊഫസറായ അങ്ങേക്ക് ഈ പതനം പാടില്ലാത്തതാണല്ലോ. നോർമൽ കോഴ്സിൽ അത് പാടില്ലാത്തതാണ്. പിന്നെ ഏജിംഗ് പ്രോസസ് താൻ പറഞ്ഞതുപോലെ ഡിസെൻഡിങ് ഓർഡറിലായതാവാം കുഴപ്പം. നമ്മുടെ പഴയ ഹോം മിനിസ്റ്ററുടെ ഒരു പഞ്ച് ഞാനൊന്ന് ബ്ലോക്ക്. നിങ്ങളുടെ ഈ കോഴ്സും കഴിഞ്ഞ് വന്ന വരവിന് ഞാൻ ഈ പയ്യൻ ഷെട്ടിയുടെ ചത്തുപോയ തന്ത ഷെട്ടി ഉണ്ടല്ലോ, വീരേന്ദ്ര ഷെട്ടി, അവനെ ഓൾമോസ്റ്റ് ഒരു പൂട്ടിയതാ. വക്കാലത്തിനൊന്ന് പാതിരാക്കി തന്നെ എത്തി ആഭ്യന്തരൻ. എന്റെ തൊപ്പി പോയി, ഷെട്ടി പൊടിയും തട്ടി വീട്ടിലും പോയി. എടോ, ഈ നെഞ്ചാങ്കൂടിന്റെ നടുക്ക് ഇവിടെ തെക്കൻ കളരിപുറപ്രകാരം ത്രിശങ്ക് പുഷ്പം എന്ന് പറയുന്ന ഒരു മർമ്മസ്ഥാനമുണ്ട്. അവിടെ 20 കൊടുത്താൽ കിട്ടിയവൻ ഒരു മണ്ഡലം തേക്കിയാലെന്നാ പ്രമാണം. കൃത്യം 40 അന്ന് ചങ്ക് പഴുത്ത് ഷെട്ടി കാഞ്ഞു. പിടിച്ചപ്പോഴേ കൊടുത്തു അല്ലേ? റൊക്കം പിന്നത്തേക്ക് വെച്ച നടക്കയിലെന്നൊരു ഊഹം ഉണ്ടായിരുന്നു എനിക്കന്നേ. അച്ഛനേക്കാൾ ഒരുപാട് വളർന്ന മകൻ നരേന്ദ്ര ഷെട്ടി ഏറ്റെടുത്തിരിക്കുന്ന ടാസ്ക് ബിയോണ്ട് യുവർ ലിമിറ്റ്സ് ആണോ എന്ന് ഞാൻ സംശയിക്കുന്നു. അത്രയ്ക്ക് ഉയരെയാണെന്നവൻ. വേരും ശിഖരവും ഒക്കെ താഴേക്കും മുകളിലേക്കും ഒക്കെ വളർന്നങ്ങ് കാണാമറയത്തെത്തി. തന്റെ കയ്യിലുള്ള പോലീസ് ഫോഴ്സ് ഒക്കെ വെറും ഉണ്ണാക്കന്മാരാടോ. അവരെ വെച്ചൊരു പുല്ല് നടക്കില്ല. ഒരവനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് മനസ്സിലായില്ലേ നല്ലവണ്ണം? ഇല്ല സർ, ഐ ക്യാൻ. എന്റെ ഗുരുനാഥനായ പണിക്കർ സാറ് പോലും ഒരിക്കൽ തോറ്റ കളിയിൽ ഐ വിൽ എന്ന് ഞാൻ പറഞ്ഞാൽ അത് അഹങ്കാരമാണെന്ന് കരുതരുത്. ആഗ്രഹമാണ് സർ, ഒരാഗ്രഹം. ചോറ് തരുന്ന കാക്കിയോടുള്ള ആദരം. ചുമ്മാ ഒരു ബെസ്റ്റ് ഓഫ് ലക്കോ കീപ് ഇറ്റ് അപ്പോ പറഞ്ഞ് തന്നെ എരിയേറ്റിയാൽ ഞാനും വേറെ പണിക്കന്മാരും തമ്മിൽ എന്താ വ്യത്യാസം? തനിക്ക് പറ്റിയ 2 കൂട്ടുകാരെ തരാം ഞാൻ. പോലീസുകാർ തന്നെ. ആദ്യം അവനെ തന്നെ പൊക്കണം. CI ഗ്രിഗറി. കിറുക്കനാണെങ്കിലും ആള് നല്ലൊരു ഷാർപ്പ് ഷൂട്ടറാ. CI ഗ്രിഗറി? അങ്ങനെ ഒരാളില്ലല്ലോ. സർവീസിലുണ്ട്, താനറിയില്ല. ഞാൻ അറിയാതെ എന്റെ കീഴിലൊരു സർക്കിൾ ഇൻസ്പെക്ടറോ? നോ. യെസ്, അവന് സ്വന്തമായ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. വ്യാജച്ചാരായ റെയ്ഡ് ഡിപ്പാർട്ട്മെന്റ്.